റിബൻ ഒരുപക്ഷെ ഏറ്റവും ഒടുവിലായി അടൂർ പ്രകാശിൻ്റെ പ്രസ്താവന കൂടി വന്നിട്ടുണ്ട്. രാഹുൽ സഭയിൽ വരുന്നതിൽ തെറ്റില്ല, സഭയിൽ വന്നു കഴിഞ്ഞാൽ സംരക്ഷണം ഒരുക്കേണ്ടത് സ്പീക്കറാണ്. രാവിലെ സണ്ണി ജോസഫും സമാനമായ വാക്കുകൾ തന്നെയാണ് പങ്കുവെക്കുകയും ചെയ്തത്. അതായത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് അനുമതി നൽകിയിട്ടുണ്ട്. ഒപ്പം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഒരു പറച്ചിൽ കൂടിയുണ്ട്. ആ പങ്കെടുക്കണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന അർത്ഥത്തിൽ. ഏതായാലും ഒരു പാർട്ടി ഒറ്റക്കെട്ടായി ഒരു ജനമധ്യത്തിൽ അപഹാസ്യനായി നിൽക്കുന്ന, ഒരു ലൈംഗിക ആരോപണ പീഡന വീരനായി നിൽക്കുന്ന ഒരു നേതാവിന്, ഒരു MLA-ക്ക്, ഒരു യുവനേതാവിന് പിന്നിൽ അണിനിരക്കുന്ന കാഴ്ചയാണ്. ഒരുപക്ഷെ നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ എത്തുകയും പങ്കെടുക്കുകയും ചെയ്യും. അങ്ങനെ തന്നെയാണോ കാര്യങ്ങൾ? തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്താൽ അത് വ്യക്തിപരമായ അദ്ദേഹത്തിന്റെ തീരുമാനമാണ് എന്ന് പറയുമ്പോഴും അദ്ദേഹത്തെ പങ്കെടുപ്പിക്കാതിരിക്കാൻ ഉള്ള ഒരു നടപടിയും കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം. VD സതീശൻ അത് പറയാതെ പറഞ്ഞു. പക്ഷേ പങ്കെടുക്കില്ലേ എന്ന കാര്യം പാർട്ടിയുടെ KPCC അധ്യക്ഷനാണ് പ്രഖ്യാപിക്കുക എന്നൊരു നിലപാട് മാത്രമാണ് VD സതീശൻ എടുത്തത്. പക്ഷേ അടൂർ പ്രകാശ് നേരത്തെ സണ്ണി ജോസഫ് പറഞ്ഞതുപോലെ തന്നെ പങ്കെടുക്കുക അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ തീരുമാനമാണ്. പങ്കെടുത്താൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം സഭയിലുണ്ടായാൽ അതിനുള്ള പൂർണ്ണമായ സഭയിൽ അംഗമെന്ന നിലയിൽ സംരക്ഷണം കൊടുക്കേണ്ട ബാധ്യത സ്പീക്കർക്കാണ്. മറിച്ച് കത്ത് നൽകുന്ന കാര്യത്തിലും അടൂർ പ്രകാശ് പറഞ്ഞത് ആ കത്ത് പാർട്ടികളിൽ നിന്നുള്ള ആഭ്യന്തരമായ നടപടിയാണ്, സസ്പെൻഷനാണ്, പുറത്താക്കലല്ല. അതുകൊണ്ട് സ്പീക്കറെ റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യവുമില്ല എന്ന് കൂടി കടന്ന് അടൂർ പ്രകാശ് പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും നടപടി എന്ന സംഘടനാ നടപടി എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താതെ ഒരു നടപടി പ്രഖ്യാപിക്കുന്നു. മറിച്ച് പാർട്ടിക്കുള്ളിൽ നിന്ന് പൂർണ്ണമായ സംരക്ഷണം പാർട്ടിയുടെ നേതൃത്വം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുക്കുന്നു. അത് തന്നെയാണ് ഇപ്പോൾ തെളിയുന്നത്. ഒപ്പം തന്നെ ഷാഫി പറമ്പിലിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും സൈബർ ആക്രമണവും അവർ സൈബർ ഹാൻഡിലിൽ നിന്നുള്ള വ്യക്തിപരമായ അധിക്ഷേപത്തിലൊക്കെ തന്നെ കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് ഏറെക്കുറെ ഭയന്ന ഒരു അവസ്ഥയിലാണ്. ആ ഒരു സമ്മർദ്ദം കൂടി രാഹുലിന് അനുകൂലമായി മാറ്റാനുള്ള കാരണമായി മാറുന്നുണ്ട്. അതുകൊണ്ട് രാഹുൽ തന്നെ നേരിട്ട് അദ്ദേഹം പങ്കെടുക്കുകയാണെങ്കിൽ അദ്ദേഹം പങ്കെടുക്കുന്ന അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് എന്ന് പറഞ്ഞ് KPCC-യും UDF-ഉം ഒഴിയുകയും മറിച്ച് രഹസ്യമായി രാഹുലിനെ ഈ സംരക്ഷണം കൊടുക്കുകയും ചെയ്യുന്ന ഒരു നീക്കമാണ് ഇപ്പോൾ കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ മുതിർന്ന നേതാക്കൾക്ക് ഇക്കാര്യത്തിൽ കടുത്ത അതിർത്തിയുണ്ട്. ഒരു വിവാദത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി വീണ്ടും നിയമസഭ തന്നെ ഒരു സമരവേദിയാകുന്നതിനോട് മുതിർന്ന നേതാക്കൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒപ്പം തന്നെ UDF-ലെ പ്രധാനപ്പെട്ട ഘടകകക്ഷി നേതാക്കൾക്കും ഇക്കാര്യത്തിൽ നീരസമുണ്ട് എന്നാണ് സൂചന. സിജു.